പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകം ലെവിറ്റിക്കസ് 17-ാം അധ്യായം 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. ജീവിതം രക്തമാണ്, ജീവൻ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നലെ വലിയൊരു സംഭവം കണ്ടു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ, കോൺഗ്രസിൻ്റെ നേതാവ് ഷാഫി പറമ്പിൽ എന്ന നേതാവ് പോലീസുകാരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും SFIയും KSC ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു എന്തോ വിദ്യാർത്ഥി ഇതൊക്കെ ആയിട്ടുള്ള എന്തോ ഒരു അടിപിടി നടക്കുന്നതിനിടയിൽ സ്വതസിദ്ധമായ രീതിയിൽ ഷാഫി അതിലേക്ക് ഇടിച്ചു കയറുന്നു. നമ്മളെപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന വീഡിയോസാണ്. ഷാഫി എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചാടിച്ചെന്ന് പോലീസും ലാത്തിയും കണ്ട ഷാഫി അവിടേക്ക് ഓടിച്ചെല്ലും. കാരണം ക്യാമറ അവിടെ ആയതുകൊണ്ട് ഷാഫി ആ ക്യാമറ നോക്കി, ക്യാമറ ലാത്തി എടുക്കുന്നിടത്ത്, പോലീസ് ലാത്തി എടുക്കുന്നിടത്ത് ഇപ്പോൾ പത്രക്കാരും എല്ലാവരും അവിടെയായിരിക്കും ക്യാമറകളിൽ നിന്ന് ഷാഫിക്ക് അറിയാം. അത് വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് ഷാഫി. അതുകൊണ്ടാണ് കോൺഗ്രസ്സിലെ പല നേതാക്കന്മാർക്കും ഭയം. എന്നാൽ ക്യാമറ ഇല്ലാത്ത സ്ഥലത്തും അതോ ക്യാമറ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഷാഫി ആ പ്രദേശത്ത് ഇല്ല. ഇന്നലെ നടന്ന സംഭവത്തിൽ പലരും പറഞ്ഞു, ഇപ്പോൾ അവിടുത്തെ റൂറൽ SP തന്നെ പറഞ്ഞിട്ടുണ്ട്, ഷാഫിക്ക് ലാത്തി കൊണ്ട് അടി കിട്ടിയിട്ടില്ല. അതിൻ്റെ വാസ്തവം എനിക്കറിയില്ല. ഇത് നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പാലക്കാട് MP കൃഷ്ണദാസ് ഇതുപോലെ ഒരു ഷോ കാണിച്ചിട്ടുണ്ട് പണ്ട്. കിടന്നിട്ട് ചോരയും കളറൊക്കെ തേക്കുന്നത്. അത് മാത്രമല്ല, ഒട്ടനവധി സംഭവങ്ങളിൽ ചോരയും കളറും വല്ലോൻ്റെ ചോര എടുത്ത് തേക്കുന്നതൊക്കെ നമ്മൾ കേരള രാഷ്ട്രീയത്തിലെ അതുകൊണ്ട് എന്തോ ഹീറോ ആവാൻ പറ്റുന്നതാണ്. എന്നിട്ട് ആ ഫോട്ടോ ഒന്നറിയത്തോളം പാവത്തിനെ പോലെ ഇരുന്നിട്ട് അത് തന്നെ പ്രചരിച്ചോളും. കാരണം ജീവിതം, ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ് എന്ന് പറയും. ഇന്നലെ എനിക്ക് ആ പേപ്പറൊക്കെ തുറക്കുന്നത് കണ്ടിട്ട് ഇവിടെ നിന്നൊന്നും ചോര കാണുന്നില്ല. അടിക്കണത് കുറേ എഡിറ്റ് ചെയ്ത ആൾക്കാർ കയറ്റിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ അയച്ചേക്കണ നവമാധ്യമങ്ങളിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എഡിറ്റിങ് എടുക്കണ്ട. അടിക്കാനിങ്ങനെ ഓങ്ങണതും ഷാഫി ഇത് അടി കൊള്ളണതായിട്ടൊന്നും ഇതായിട്ട് ഒരു അവ്യക്തമായ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഒപ്പം തന്നെ റൂറൽ SP ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിരിക്കുന്നു. എന്തോ ആയിക്കോട്ടെ, ലാത്തി കാണുന്നിടത്ത് ഷാഫി ഉണ്ട്. എവിടെ ലാത്തി ഉണ്ടോ അവിടെ ഷാഫി വരും. കാരണം ക്യാമറ ഉണ്ട്. ക്യാമറ അവിടേക്ക് പോകുന്നതുകൊണ്ടാണ് ഷാഫി അവിടേക്ക് പോകുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ പിൻതലമുറക്കാരനെന്ന് ഇരിക്കാനായിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ട് എല്ലാ പത്രമാധ്യമങ്ങളിലും ആവുന്നത്ര ഇങ്ങനെ സുഖിപ്പിച്ചു കൊണ്ട് നടക്കുന്നവനാണ് ഷാഫി. പക്ഷേ ഷാഫി ചില സ്ഥലത്തൊന്നും വരില്ല ക്യാമറ ഉണ്ടെങ്കിലും. കാരണം അത് ഷാഫിക്ക് നല്ല ഇത് കിട്ടും, നല്ല നെഗറ്റിവിറ്റി കിട്ടും. അത് കാരണം ഉമ്മൻചാണ്ടിയുടെ താങ്ങാനുള്ളതാണ്. ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശം കൊണ്ട് നടക്കാനുള്ളവനാണ് കേരളത്തിൽ. അവനേ ഉള്ളൂ എന്നതുകൊണ്ടും അവൻ പ്രത്യേക അവൻ്റെ സമുദായത്തിൻ്റെ പിൻബലം അവനുള്ളതുകൊണ്ട്, 25% പോകുന്ന പിൻബലം ഉള്ളതുകൊണ്ടും, കൂതറ ഹിന്ദുവും ക്രിസ്ത്യാനിയും കുത്തുന്നത് കൊണ്ട് അവനാവാം. അവന് മതേതരത്വം പറഞ്ഞ് ഇത് ചെയ്യുക. അതിനുവേണ്ടി അവൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നു. അപ്പോൾ അവനെ അവിടെ കണ്ടില്ല. രാഹുൽ മാങ്കൂട്ടം തൃശ്ശൂർ മുൻ MP മോളെ ഒരു കേസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് എല്ലാ കോൺഗ്രസ്സുകാരും പകച്ചു നിൽക്കായിരുന്നു ഈ കേസിൽ. നമ്മൾ കേട്ടതാണ് ഇതിൻ്റെ. എന്നിട്ട് ഷാഫി തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കല്ല, കൊണ്ടു നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടന്നിട്ട് ഷാഫി ഈ നൈസായിട്ട് ഇത് അവിടെ ഒന്നും കാണില്ല. ലാത്തി കാണുന്നിടത്ത് ഷാഫി കാണും. എവിടെ ലാത്തിൻ്റെ ഷാഫി അവിടെ ഉണ്ട്. പട്ടി ഷോക്ക് വേണ്ടിയിട്ട് വരും. വെറും കൂതറ പട്ടി ഷോ. ഉമ്മൻചാണ്ടിയുടെ എന്നിട്ട് കബറടക്കത്തിൻ്റെ അവിടെ ചെന്നിട്ടുള്ള ഷോകൾ കാണിക്കുക. ഇതൊക്കെയാണ് ഷാഫിയുടെ പരിപാടികൾ. ഈ VD സതീശൻ പോലും, കാരണം VD സതീശൻ്റെ ഏറ്റവും ഉറ്റ ചങ്കാണ് തൃശ്ശൂരത്തെ മുൻ MP. ആ മോൾക്കിട്ട് നല്ല പണി പെടുത്തുന്നതാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പം ഞാൻ അതിൻ്റെ പറ്റി നമ്മൾ ഒരാളുടെ ഇത് പേരുകളൊന്നും പുറത്ത് പറയണ്ടല്ലോ. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ പകച്ച് നിൽക്കാണ് VD സതീശൻ. ഇവരൊക്കെ പാടിക്കൂടി ഉമ്മൻചാണ്ടിയുടെ പേര് തട്ടിയെടുക്കാൻ വേണ്ടി നടന്നവരെ കൂട്ടായിട്ട്. രാഹുൽ മാങ്കൂട്ടം അത് കഴിഞ്ഞിട്ട് വേറെ മറ്റു പല വീഡിയോ ക്ലിപ്പുകൾ ഗർഭചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ്. ഷാഫിനെയൊന്നും കണ്ടില്ല. ഒപ്പം തന്നെ ആ ഒരു ശാന്തിക്കാരൻ പയ്യൻ, കോൺഗ്രസ്സുകാരനായിരുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരൻ, ഒരു കുന്നുംകുളം പോലീസ് സ്റ്റേഷനിലിട്ട് ഇടിച്ച് പോലീസുകാർ എടുത്തിട്ട് കുത്തിപ്പോയി. ഷാഫിനെ കണ്ടില്ല. ഷാഫിനെ കാണില്ല. ഷാഫിനെ കാണുന്നത് ക്യാമറയുള്ളടത്ത്. ലാത്തി കാണുമ്പോൾ ഷാഫി ചെല്ലും, ചാടി മതിലൊക്കെ ചാടി ഷാഫി. അതിനുവേണ്ടിയൊക്കെ ക്യാമറമാന്മാർ ഷാഫിയുടെ പിന്നാലെ ഉണ്ടാവും. ഒപ്പം മാധ്യമങ്ങളും ചെല്ലും. ലാത്തി കണ്ട മാധ്യമങ്ങളും ഉണ്ടാവും. അപ്പോൾ അതാണ് ഷാഫിയുടെ പട്ടി ഷോ. ആ പട്ടി ഷോ മറ്റുള്ളവന്നിട്ട് വെക്കാനുള്ള ഷോയാണ്. അതിൻ്റെ ഇതുകൾ അവിടെ സാധിക്കേട്ടനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ഒരു ഇതും വെച്ചിട്ടാണ് ഷാഫി ഇടുന്ന് വിളയാടുന്നത്. അപ്പോൾ ഇന്നലെ നടന്നത് ഷാഫിക്ക് ഒരു അനുഗ്രഹം പോലെയാണ് ഷാഫി അത് കൊണ്ടുവരുന്നത്. ഏകദേശം ആ കട്ടുമ്മിക്ക അയ്യോ എന്നും പറഞ്ഞ് കിടക്കണ അറിയാം. വെറും മൂക്കിൽ ഒരു അടി കൊണ്ടാൽ പെട്ടെന്ന് ചോര വരും.
പക്ഷെ ഷാഫി അവിടെ ചെന്നത് വാങ്ങി കറക്റ്റായിട്ട് കിട്ടി എന്നുള്ളതാണ്. ഇത് കറക്റ്റായിട്ട് ഇത് ചെയ്തതാണ്. അവൻ്റെ ആ ഒരു മൈലേജ് ചോര കാണുമ്പോൾ ജനങ്ങൾക്ക് വോട്ടിൻ്റെ ആ ഒരു ഉമ്മൻചാണ്ടിയുടെ ഇത് ഇങ്ങോട്ട് വാങ്ങിയെടുക്കാമെന്നുള്ളൊരു ഇതിലാണ് ഷാഫി നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കോ. കാരണം അത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടീൻ്റെ ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ വരുന്ന ട്രെൻഡാണ്. ഷിയാസ്, അൻവർ സാദത്ത്, അങ്ങനെയുള്ള ഷാഫി പറമ്പിൽ, എം ഹസൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇനി കോൺഗ്രസ്സിൽ സ്ഥാനമുള്ളൂ. മറ്റു വി.ഡി. സതീശന് കാരണം അതെങ്ങനെയെങ്കിലുമൊക്കെ ഇത് വരും. മുസ്ലിം ലീഗും അങ്ങനെയൊക്കെ കോൺഗ്രസിൻ്റെ അതുപോലെ അത്ഭുതമില്ല. അപ്പം ലത്തി കണ്ണുകൊടുത്ത് ഷാഫി ഉണ്ടാവും. ഷാഫി വരണോടത്ത് ഉമ്മൻചാണ്ടിയുടെ പിൻതലമുറക്കാരനാണ്. പാവം ഉമ്മൻചാണ്ടിയുടെ മോഹനെ പോലും പറ്റിച്ച്, ഈ ചിങ്ങളെല്ലാവരും കൂടിയിട്ട് ആ ചെക്കനെ പോലും പറ്റിച്ച് അത് കരയുണ്ടായിരുന്നു. പാലക്കാട് ഒന്നും അടുപ്പിച്ചില്ല, പാലക്കാട് പോയി പ്രസംഗിക്കാൻ പോലും സമ്മതിച്ചില്ല അതിനെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി നിന്ന് ഷാഫി കൊണ്ടുപോയി. എല്ലാവർക്കും അറിയായിരുന്നു SDP വോട്ടാണ്. സുഖമായിട്ട് രാഹുൽ മാങ്കൂട്ടം ജയിക്കും. ഷാഫി അവിടെയുള്ള ഏത് വർഗീയ കാർഡ് എടുക്കണം എന്നുള്ളത് ഷാഫിന് ഇവിടെ കണ്ടില്ല, വഖഫിൽ കണ്ടില്ല. പറഞ്ഞു പാലക്കാട് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് തീർത്തില്ലെന്ന്. തീർത്തത് ഒന്ന് കാണിച്ചു കൊടുക്കും. അവിടെ ഒരു 610 ആൾക്കാരുടെ ഇപ്പം തീർന്നുണ്ട്. 1950 കോടതി വിധി മുതലുള്ളത് ഇത് വഖഫല്ല എന്ന് പറഞ്ഞ കോടതി വിധി വന്നിട്ടുണ്ട്. അത് ഇനി സർക്കാരുകൾ നടപ്പാക്കാതെ ഇലക്ഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷനുകളെ വരണേ 2 ഇലക്ഷനാണ്. ഷാഫി വെറുതെയാണോ മതിലിയാടി ലാത്തിയിലെടുത്ത് ചെയ്യുന്നത്? വെറുതെ അല്ല, എലക്ഷൻസാണ് വരണേ. എവിടേക്ക് മാറി മറിഞ്ഞ് രാഹുൽ അവിടെ എത്തിയിരിക്കണേ. രാഹുൽ അപ്പോൾ പ്രിയങ്കയും ഒക്കെ പാടി കൂടി ഒരു ഇത് ആ ചോരയും ഇതൊക്കെ കാണിച്ചു കഴിയുമ്പോൾ രാജകുടുംബത്തിൽ നിന്ന് ഉത്തരവ് വരും. അപ്പോൾ വഖഫിൻ്റെ സ്ഥലത്ത് ഷാഫി വന്നില്ല. ഷിയാസും അൻവർ സാദത്തൊക്കെ വന്നു. ഇത് വഖഫല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ ഷാഫി അവിടെ പാലക്കാട് എന്ന് പറഞ്ഞോളൂ. അതിനായിട്ട് ഷാഫി വന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഷാഫി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പൊരു ഇത് വീഡിയോ ഇട്ടപ്പോൾ കുറേ ഷാഫിയുടെ അപ്പോഴെനിക്ക് മനസ്സിലായ ഷാഫിക്ക് ഓൺലൈൻ മറ്റേ ചെക്കനില്ല. ഡൽഹിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പാവത്തിനില്ല. ഇവന് ആ ഓൺലൈൻ നല്ല മീഡിയ ടീമുണ്ട് ഷാഫിക്ക്. മീഡിയ ടീം ഉമ്മൻചാണ്ടിയുടെ പിൻതലമുറക്കാരൻ ഷാഫി പറമ്പിൽ, ലാത്തി കാണുമ്പോൾ ചാടുന്ന ഷാഫി പറമ്പിൽ, ചായം കൊണ്ട് നടക്കുന്ന ഷാഫി പറമ്പിൽ ആണ് ഇന്നലത്തെ സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ചായം കാണിച്ചവർ കൃഷ്ണദാസ്, അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട്. പക്ഷേ ഷാഫി എന്ന ഒരു ഷോക്കാരൻ്റെ പട്ടി ഷോ ആണ് ഇത്. കോൺഗ്രസിനും ലീഗിനും നല്ല അടി കിട്ടും ഈ ഇലക്ഷനെ വരുന്ന സമയത്ത്. കളറൊക്കെ കാണുമ്പോൾ ജനങ്ങൾ പണ്ടൊക്കെ എനിക്ക് നടന്നിരുന്നു. വല്ല ചായയും കൊണ്ടുവന്ന് ചുവന്ന മഷിയും കൊണ്ടുവന്ന് തേച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നിരുന്നു. ഇന്നത്തെ കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല. തന്നെയല്ല ഒരു മൂക്കിൽ ഒരു അടി കിട്ടിയെന്ന് വെച്ചാൽ ചാവാനൊന്നും പോകണമെന്നില്ല. ചോര പെട്ടെന്ന് ഒരു അടി കിട്ടിയാൽ പോലീസുകാരൻ പറഞ്ഞത് അത് ചായ എന്നാ, അടിയൊന്നും ലാത്തിക്കൊന്നും അടി കിട്ടിയില്ല എന്നാ. അപ്പോൾ തന്നെ അവർ കാണിച്ചിരിക്കുന്ന ഫോട്ടോ സാധാരണ ഇപ്പോൾ എഡിറ്റിംഗ് ഒന്നും അറിയാത്ത ആൾക്കാരോട് ഞാൻ പറയാം, വ്യക്തമായി എഡിറ്റിംഗ് ഫോട്ടോ കൊണ്ടുവന്നിട്ടാണ് കോൺഗ്രസ്സുകാരുടെ പരിപാടി. അപ്പം ഇതിൽ എത്ര വാസ്തവമുണ്ടെന്നുള്ള സ്റ്റിച്ചൊക്കെ കാണിച്ചു തരണം. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വിശ്വസിക്കുക. അവിടെ ഇവിടെയും സർജറി എന്നൊക്കെയാണ് ആ മീഡിയ 1 ചാനലിൽ ഇരുന്നത്. 2-3 അജിൻസ് ഇരുന്ന് പറയണ്ടായിരുന്നു, 2-3 സർജറിയാ കഴിഞ്ഞേക്കണേ എൻ്റെ പൊന്നേ, 2-3 സർജറി ഷാഫിക്ക് എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്ന് തള്ളണുണ്ടായിരുന്നു. കാരണം ഇത് മറ്റേ അവൻ്റെ ആളാണ്, അവരുടെ പാർട്ടിക്കാരാ. മീഡിയ 1, ജമായത്ത് ഇസ്ലാമി ഒക്കെ പാടി കൂടിയുള്ള പാർട്ടിക്കാരാണ്. അവർക്ക് അങ്ങനെ പാർട്ടി ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഹിന്ദു മണ്ടന്മാർക്കും ക്രിസ്ത്യാനി മണ്ടന്മാർക്കും മാത്രമേ പാർട്ടിക്കുള്ളൂ.